ഇങ്ങനെ ഒരു കാര്യത്തിൽ, അതായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിലേക്ക് പോയാൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് സാധാരണഗതിയിൽ? ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നതെങ്കിലും ഈ FIR രജിസ്റ്റർ ചെയ്യുവാൻ ഇത്രയധികം വർഷങ്ങളുടെ കാലതാമസം ഉണ്ടായി എന്നത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി കണക്കിലെടുക്കുന്നതാണ്. ഇത്രയധികം വർഷങ്ങളുടെ കാലതാമസം ഉണ്ടായിട്ടുള്ള കേസുകളിലൊക്കെ പൊതുവെ മുൻകൂർ ജാമ്യം അനുവദിച്ച് കാണുകയാണ് പതിവുള്ളത്. പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കോണ്ടെക്സ്റ്റിൽ എത്ര സ്വാഭാവികമായ രീതിയിലാണ് ഇങ്ങനെ ഒരു ഡിസ്ക്ലോഷർ ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നടപടികളിലേക്ക് കടന്നത് എന്നതിനെ കോടതി എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ വ്യാഖ്യാനിക്കും എന്നുള്ളത് അത് നാം നോക്കേണ്ടതായിട്ട് വരും. പക്ഷേ വർഷങ്ങളുടെ കാലതാമസം വരുന്ന കേസുകളിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുക എന്നതുകൊണ്ടൊരു കുറ്റാരോപിതൻ നിരപരാധിയായി പ്രഖ്യാപിക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജയിലിലേക്ക് വിടാതെ ജാമ്യം കൊടുക്കണമെന്ന് കോടതി നിഷ്കർഷിക്കുന്നതിനാണ് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, പക്ഷെ FIR രജിസ്റ്റർ ചെയ്യാൻ ഇത്രയധികം വർഷങ്ങൾ താമസമുണ്ടായി എന്നത് ഗൗരവകരമായി കോടതികൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ കണക്കിലെടുക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി പക്ഷേ ശ്രീ MR അഭിലാഷ്, ഇങ്ങനെ ഈ ഹൈക്കോടതി തന്നെ ഇതിൽ നടത്തിയിരിക്കുന്ന പരാമർശം എന്ന് പറയുന്നത് പരാതി വൈകിയത് കേസിന്റെ ഗൗരവം ഇല്ലാതാക്കില്ല, സുപ്രീം കോടതി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, സുപ്രീം കോടതിയുടെ തന്നെ നിരവധി ഓർഡേഴ്സ് ഉണ്ടല്ലോ. ഞാനിപ്പം സുപ്രീം കോടതിയിലായിരുന്നു. ഇവിടെ ഈ ഹൈക്കോടതിയുടെ ഓർഡറിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല മാധു. പക്ഷേ പൊതുവെ സുപ്രീം കോടതിയിൽ ഇങ്ങനെയുള്ള ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻസിലൊക്കെ തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന കാലവിളംബം കോടതി ഗൗരവമായിട്ട് കണക്കിലെടുക്കാറുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അത് കുറ്റത്തിനെ കുറച്ചു കാട്ടുകയല്ല, ആരോപിക്കപ്പെട്ട കുറ്റം കുറച്ചു കാട്ടുകയല്ല. കോടതി മാനദണ്ഡമായിട്ട് എടുക്കുന്ന ചില ടെസ്റ്റുകളുണ്ട്. അതായത് അന്വേഷണത്തെ ഇദ്ദേഹം സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ, സാക്ഷികളെ ഇദ്ദേഹം സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ, ഇവിടെ നിന്ന് അന്വേഷണത്തിന് വിധേയനാകാതെ ഒഴിഞ്ഞു നിൽക്കാനോ നാടുവിടുവാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെ പരമ്പരാഗതമായിട്ട് പിന്തുടർന്നു പോകുന്ന ചില ടെസ്റ്റുകൾ കോടതികൾ പരിശോധിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം എടുക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഗൗരവകരമായ ബലാത്സംഗ കുറ്റം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ. അപ്പം കോടതി എങ്ങനെ ഈ വിഷയങ്ങളെ കാണുന്നു എന്നുള്ളത് നാം നോക്കിയിരുന്നു തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. പക്ഷേ FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഉണ്ടായ ആ കാലതാമസം ഗൗരവമായിട്ട് തന്നെയാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ പ്രൊസീഡിംഗ്സിൽ പൊതുവെ സുപ്രീം കോടതി കാണുന്നത്. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് MR അഭിലാഷ്.